ഷിംജിതക്ക് ജാമ്യം ലഭിച്ചിട്ട് സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വനിതാ വിമൻസ് ജയിലിൽ നിന്ന് കാരണം 21 ദിവസമാണ് ഷിംജിത ജയിലിൽ കഴിഞ്ഞത്. ഇന്നൊരു ഉച്ചയോട് കൂടിയിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. ഈ ഒരു വൈകുന്നേരമാണ് ഒരു 7 മണിയുടെ സമയത്താണ് അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞതിന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട്. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ജനങ്ങൾ ഇവരെ കൂകി വിളിച്ച് ഓടിക്കുകയാണ്. കാരണം ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയ മാധ്യമങ്ങൾ മുഴുവൻ ഇവരെ വളഞ്ഞിട്ട് ഇവരോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് വെച്ചപ്പോൾ ഇവർ ആദ്യമൊന്നും പറഞ്ഞില്ല. ഒടുവിൽ ഇവർ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഇവരാകെ പറഞ്ഞത്. കാരണം ഈ ഇവർക്ക് ജാമ്യം ഉച്ചയ്ക്ക് ഒരു 11:30 അല്ല, ഒരു 12-1 മണിയോട് കൂടിയിട്ട് ഇവർക്ക് 1:15 കൂടി ജാമ്യം കിട്ടിയാലും അതിൻ്റെ പേപ്പർ വർക്ക് കോടതിയിൽ നിന്ന് പിന്നെ ജയിലിലേക്ക് എത്തണം. ജയിലിൽ നിന്ന് അതൊക്കെ അതിന് പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയാവാൻ 1/2-3/4 മണിക്കൂറോളം പിടിക്കും. അങ്ങനെ പിടിച്ചുവിട്ട് ഇറങ്ങി വരുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറങ്ങി വന്ന സമയത്ത് ഒരു മാധ്യമ പട തന്നെ അവിടെ ഉണ്ട്. കാരണം ഇതൊരു മാധ്യമ വിചാരണ നടത്താനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ ഇവരാ ഉദ്ദേശിച്ച വണ്ടി ഇവർക്ക് കിട്ടിയില്ല. ഇവരാ വണ്ടിയിൽ നിന്ന് ഇവരുദ്ദേശിക്കുന്ന വണ്ടിയിൽ കൊണ്ട് മാറി വരുന്ന സമയത്ത് ആളുകളും മാധ്യമങ്ങളടക്കം നാട്ടുകാരൊക്കെ കൂകി വിളിക്കുക. കാരണം ഇവരോട് അത്രക്ക് ആളുകൾക്ക് കലിപ്പുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഒരു കേസിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ജനരോഷമല്ല ഈ ഒരു കേസിൽ. ഇതിൽ ഈ തെളിവെടുപ്പും പോലെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി വെക്കുന്നുണ്ട്. ഒരാൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നില്ല. കാരണം ആ ഒരു വീഡിയോ, ഇവരാ ക്രൈം നടത്തിയൊരു വീഡിയോ കണ്ടാൽ അറിയാം ഒരു തരത്തിലും ഇവരോട് ഒരാൾക്ക് പോലും അനുഭാവമില്ല. പക്ഷേ ഇവരെ ജാമ്യം കൊടുത്തതിനെതിരെയൊക്കെ പ്രതിഷേധിക്കുന്ന ആളുകളെ കണ്ടു. ദീപകിൻ്റെ കുടുംബക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ട നിലക്ക് ഒരു ജാമ്യം കൊടുക്കുന്നതിനെതിരെ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചേക്കാം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ അതുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വൈകാരികമായ രീതിയിലേക്ക് ജാമ്യം കൊടുക്കരുത്, ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനം ചെയ്തവർക്ക് ജാമ്യം മറ്റെന്തിനാണ് കൊടുക്കുന്നത്, ആ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കണത് കണ്ടു. സ്വാഭാവികമായിട്ട് കിട്ടാവുന്ന ഒരു പ്രതിക്ക് കിട്ടാവുന്ന ഒരു ജാമ്യം തന്നെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഇവരെ കൂകി വിളിച്ചിട്ട് ഒരു സ്ത്രീനെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വരുമ്പോൾ ജനം കൂകി വിളിച്ച് ഓടിക്കുന്നൊരു രംഗം ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അതിന് സാക്ഷിയായി മഞ്ചേരി ജയിലിൽ നിന്ന് ഇറക്കി വിട്ടുന്ന സമയത്ത് അത്രയും ആളുകൾ ഇവരെ കൂകി വിളിച്ച് ഓടിക്കുന്നൊരു രംഗം ഒരു പക്ഷേ കേരളത്തിൽ മുൻപ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിൽ തന്നെ മനസ്സിലാക്കുക കേരളത്തിൻ്റെ ജനത എത്രത്തോളം ഈ ഒരു കേസിൽ ആ ദീപകിൻ്റെ കുടുംബത്തോടൊപ്പമാണ്, ഷിംജിതയ്ക്ക് എതിരാണെന്നുള്ളത്. 25 വയസ്സുള്ള ഷിംജിത ഒരു വലിയ ഇൻഫ്ലുവൻസർ എന്ന് അവകാശപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോഴാണ് ഇവരാ ഒരു ദിവസം ഇത്തരമൊരു വീഡിയോ ഇട്ടത്. ആ വീഡിയോയിലൂടെ ഇവർ ഉദ്ദേശിച്ചത് അവർക്ക് റീച്ച് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് തനിക്ക് ഒരു ലൈംഗിക അതിക്രമണം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നേരിട്ടോ ഇല്ല എന്നുള്ളത് ദൈവത്തിനും അവർക്കും മാത്രമേ അറിയുള്ളൂ. എന്തായാലും ആ ഒരു വീഡിയോ ഇട്ടതെന്ന് മാത്രമല്ല, ആ വീഡിയോ 2 മില്യൺ കവിഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇവരിട്ടത്. അതിനുശേഷം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇവർ വിശദീകരിച്ചിട്ട് വേറൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ വളരെ മോശമായിരുന്നു, അയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ രീതിയിലാണ് ലീഗിൻ്റെ ജനപ്രതിനിധി കൂടിയായ ഈ ഒരു ഷിംജിത് അവകാശപ്പെട്ടത്. അതോടുകൂടിയാണ് മാനസിക നില തകർന്ന ദീപക് എന്നൊരു വസ്ത്രവ്യാപാരശാലയിൽ ജോലി ചെയ്തിരുന്ന ദീപക് എന്നൊരു യുവാവ് ജീവനൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ സംഭവത്തിന് ശേഷം വളരെ മോഡേൺ വസ്ത്രം ധരിച്ച് നടന്നിരുന്ന ഇവർ അറസ്റ്റിലാവുന്ന സമയത്ത് പർദ്ദ പോലെയുള്ള വിശുദ്ധമായ വസ്ത്രം ധരിച്ചിട്ടാണ് ഇവരെ അറസ്റ്റിലായത്. ഇവർക്ക് ജയിലിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം അതിൻ്റെ വസ്ത്രം നമുക്കറിയില്ല. ഏതായാലും ഇവർ 22 ദിവസത്തിന് ശേഷമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ആ ജാമ്യം മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാവണം. കർശനമായ ഉപാധികളോടെയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും സമാനമായ കേസിലൊക്കെ പല കേസുകളിലും പല ആൾക്കും ജാമ്യം കിട്ടലുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ പലതവണ കോടതി കേസിൻ്റെ ഒരു ജാമ്യത്തിൻ്റെ വിധി പറയുന്നത് നീട്ടിവെച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടിയത്. ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇവർക്ക് ജാമ്യം കൊടുത്തതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. സ്വാഭാവികമായിട്ടൊരു പ്രതിക്ക് കിട്ടാവുന്ന ആനുകൂല്യമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ കോടതിയിൽ വേറെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് കിട്ടേണ്ടുന്ന നീതി തന്നെയാണ്, പ്രതിക്ക് കിട്ടേണ്ടുന്ന ഒരു നീതിയാണ് ജാമ്യം എന്നുള്ളത്. അതാണ് കിട്ടിയിട്ടുള്ളത്. ദീപകിൻ്റെ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്. കാരണം സ്വാഭാവികമാണല്ലോ, അവർക്കിങ്ങനെ ജാമ്യം കൊടുത്ത് കാണുമ്പോൾ അവരിപ്പോൾ ഒരു വാഹനത്തിൽ ഇറങ്ങി പോകുമ്പോൾ ആളുകൾ കൂകി വിളിച്ചു ഓടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ളത്. ഏതായാലും ബാക്കിയൊന്നും സോഷ്യൽ മീഡിയ അല്ല ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ടത്, കോടതി തീരുമാനിക്കട്ടെ എന്താണ് സംഭവിച്ചത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ദീപകിൻ്റെ മുഖം കാണുമ്പോൾ ഒരാൾ പോലും ഷിംജിതയെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നേര്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയതിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും സ്വാഭാവികമായിട്ടുള്ളൊരു ജാമ്യമാണ്
ഇതിനു മുൻപ് പലതവണ ജാമ്യം നിഷേധിച്ചിട്ട് ഒടുവിലാണ് 22 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇനി വരുന്നൊരു ദിവസങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. ഇനി മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാവണം എന്നുള്ളതാണ് ഇവർക്ക് കോടതി കൊടുത്ത പ്രത്യേക. അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ ചെന്ന് കാണുകയോ മറ്റോ ചെയ്യരുത്, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അധികം സംസാരിക്കരുത് എന്നുള്ള ഉപാധികളോടെയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ന് മാധ്യമങ്ങളൊന്നും പ്രതികരിക്കാതെ വളരെ എന്താ പറയുക ഇതായിട്ട് ഇവർ തിരികെ പോയത് വരെ കുടുംബം വലിയ പിന്തുണയാണ് ഷിംജിതക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ബാക്കിയെല്ലാം കോടതിയുടെ തീരുമാനത്തിലാണ്. പൊതുജനമല്ല ഇത്തരം കേസുകളിൽ വിധി പറയേണ്ടതും ആക്രോശിക്കേണ്ടതും. അതിന് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ദീപക്കിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു പൊതുജന മധ്യത്തിൽ ഇവർ അവഹേളിക്കാനോ അല്ലെങ്കിൽ വിധി പറയാനോ നിൽക്കരുത്. എന്തായാലും ദീപക്കിന് നീതി കിട്ടി എന്ന് തോന്നുന്ന ആളുകളുണ്ടോ? ഇവർക്ക് ജാമ്യം കൊടുത്തതോട് കൂടിയിട്ട് ദീപക്കിന് നീതി കിട്ടിയെന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ദീപക്കിന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദീപക്കിനെ സ്നേഹിക്കുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത്. ഷിംജിത് എന്തെങ്കിലും പറയാനുണ്ടോ? 22 ദിവസങ്ങൾക്ക് ശേഷം പുറത്തോട്ട് വരുന്നത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഷിംജിത പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പരാതി എന്താ പറയാനുള്ളത്? ഏത് സൈഡിലടാ വണ്ടി? എവിടെയുള്ള വണ്ടി? വിട്ടേല്ലേ അങ്ങോട്ട് മാറി കൂടെ പറഞ്ഞു പോടോ. വൈത്തലോടല്ല ഈ ദീപക്കിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒളിവിൽ കഴിയവെയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരു ബസ്സിൽ നിന്ന് ഇവരൊരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ കാരണം മനഹാനി ഭയന്നിട്ട് ദീപക് എന്നുള്ളൊരു യുവാവ് സ്വയം ജീവനൊടുക്കിയതിന് ശേഷമാണ് ഇവർ ഒളിവിൽ പോയി. അങ്ങനെ കഴിഞ്ഞ മാസം 21-നാണ് ഇവരെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് വളരെ നാടകീയമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർക്ക് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. പലതവണ ജാമ്യാപേക്ഷയുടെ വിധി പറയാൻ മാറ്റുന്നതിനിടയിലാണ് ഇവർക്ക് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ജാമ്യം ലഭിക്കുന്നത്. ആ ജാമ്യത്തിന് ശേഷം വൈകുന്നേരമാണ് പുറത്തിറങ്ങുന്നത്. ഏതായാലും ഇവർക്ക് ജാമ്യം കിട്ടിയത് ശരിക്കും അനുവദിക്കാൻ പാടില്ല. ഇവർ ഫോറൻസിക് പരിശോധന പൂർത്തിയതിന് ശേഷമേ ജാമ്യം കൊടുക്കാവൂ എന്നൊക്കെയാണ് ദീപക്കിൻ്റെ വീട്ടുകാർ പറയുന്നത്. പോലീസ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചൊരു കാര്യം ഈ ഫോണിൻ്റെയും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പിൻ്റെയും ഒക്കെ ഫോറൻസിക് പരിശോധന പൂർത്തിയതിന് ശേഷമേ ഇവർക്ക് ജാമ്യം കൊടുക്കാവൂ. തെളിവെടുപ്പുകൾ ഇനിയും പൂർത്തിയാക്കാനെന്ന വാദങ്ങളൊക്കെ നിർത്തിയെങ്കിലും ഈ ഷിംജിതയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഏത് കാര്യത്തോടും സഹകരിക്കാൻ ഷിംജിത തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യത്തിന് അവകാശമുണ്ട്, ഫോറൻസിക് പരിശോധനയ്ക്ക് കാത്തു നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഏതായാലും കോടതി അത് അംഗീകരിക്കും. ഇവർക്ക് ജാമ്യം കൊടുത്തു. ഇവർക്ക് ജാമ്യം കൊടുത്തതിന് ശേഷം ഭയങ്കര പ്രതിഷേധമുണ്ട്. കാരണം ഒരു കാരണവും ഇല്ലാതെ ഒരു യുവാവിൻ്റെ മരണത്തിന് കാരണമാക്കിയത് ഷിംജിതയാണ്. ഇനി ഷിംജിത പുറത്തിറങ്ങിയിട്ടുണ്ട്, ആളുകൾ പേടിക്കണം, ആ രീതിയിലൊക്കെയുള്ള ഒരു സൈബർ ആക്രമണം എന്ന രീതിയിലൊക്കെയുള്ള വാദഗതികളാണ് നടക്കുന്നത്. ഒരു കേസിൽ സ്വാഭാവികമായിട്ടൊരു പ്രതിക്ക് കിട്ടാവുന്ന നിയമപരമായ ആനുകൂല്യം മാത്രമാണ് ഷിംജിതയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് ഷിംജിതയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്താനോ പറ്റില്ല. ഇത്തരം കേസുകളിലൊക്കെ നിലനിൽക്കുന്ന രീതിയിലൊന്നും കോടതിയിൽ ആത്മഹത്യാ പ്രേരണം നിലനിൽക്കില്ല എന്നുള്ളതാണ് അഭിഭാഷകർ നൽകുന്ന സൂചന. കാരണം ഇവർ വാദിക്കുന്നത് തനിക്ക് ഒരു ലൈംഗിക അതിക്രമണം ദീപക്കിൽ നിന്നുണ്ടായി എന്ന് തന്നെയാണ് അവസാനവും വരെ ഷിംജിത വാദിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു രീതി ഒരു വിഷമം അവർക്ക് സംഭവിച്ചത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ രീതിയിൽ പെരുമാറിയത്, വീഡിയോ എടുക്കേണ്ടി വന്നത്. അപ്പോൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആനുകൂല്യം ലഭിക്കാനാണ് സാധ്യത. ഒരുപാട് മാധ്യമങ്ങൾ ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവരെ കാണാനെത്തിയിരുന്നു. മാധ്യമങ്ങളുടെ തിരക്കുകളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരെ സ്വകാര്യ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. ഇപ്പോഴും അവരെ പർദ്ദയും മുഖം മറച്ച രീതിയിലൊക്കെയാണ്. നേരത്തെ പോയതിനേക്കാളൊക്കെ ക്ഷീണിതയാണ്. ഒരു 6-7 കിലോ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്.
കാരണം ജയിലിൽ നിന്ന് ഇവർക്ക് അത്ര സുഖകരമായ അനുഭവങ്ങളായിരുന്നില്ല. എന്തായാലും ഇവർക്ക് ജാമ്യം കിട്ടിയതൊരു സ്വാഭാവികമായ നടപടി മാത്രമാണ്. അതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. മാധ്യമങ്ങളോടൊന്നും കാര്യമായിട്ട് പ്രതികരിക്കാതെയാണ് അവർ അവിടെ നിന്ന് പോയത്. മാധ്യമങ്ങൾ പലതും ചോദിച്ചെങ്കിലും ഇവർ നേരത്തെ തെളിവെടുപ്പിന് ഒരു ദിവസം കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ചോദിച്ചപ്പോഴും ഇവർ പറഞ്ഞിരുന്നത് ഇത് എനിക്കെതിരെ ലൈംഗിക അതിക്രമണം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എൻ്റെ കേസ് ഞാൻ ഉറച്ചു നിൽക്കുന്നു, ദീപത്തിനെതിരെ പരാതി കൊടുത്തിരുന്നല്ലോ, ആ പരാതി ഉറച്ചു നിൽക്കുന്നതാണ് അപ്പോഴേ അവർ പറഞ്ഞത്.